ഹലോ മുത്തുമണികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ എപ്പോഴും പറയും പോലെ തന്നെ നമ്മളെപ്പോലെ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് പറ്റിയ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാമേ. ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ കോഴിമുട്ടയൊക്കെ പുഴുങ്ങൂലേ, പുഴുങ്ങി കഴിഞ്ഞിട്ട് നമുക്കിത് പെട്ടെന്ന് തൊലി കളയാനുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും, എന്നാലും ഇതേപോലെ ഒരു ചൂടാറിയതിന് ശേഷം കേട്ടോ അടപ്പ് വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് കുലുക്കി കൊടുക്കുക കേട്ടോ. ഇതേപോലെ കുലുക്കി വരുമ്പോൾ ഇതിൻ്റെ തോല് മൊത്തം ചിലപ്പം ചിലതൊക്കെ തൊലി പോയിട്ടുണ്ടാവും, പക്ഷേ ഇതാ കണ്ടോ തൊലിയൊക്കെ പൊടിഞ്ഞ് പെട്ടെന്ന് തന്നെ അത് ഇളക്കിയെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് കണ്ടു നോക്കാം കേട്ടോ. നമ്മളൊക്കെ ദോശ, ഇഡ്ഡലി, അതേപോലെ വെള്ളപ്പത്തിനൊക്കെ മാവ് അരയ്ക്കാറില്ലേ? ആ ഒരു സമയം കുറച്ച് അരി അരയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്താവും, മിക്സി ചൂടാവൂലേ? അപ്പോൾ ഇതേപോലെ കുറച്ച് ഐസ് കട്ട ഇതിലേക്ക് ഈ ഒരു അരിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ മിക്സി ചൂടാവുകയില്ല, നമ്മളെ മാവ് നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും കേട്ടോ. നന്നായിട്ട് അരച്ച് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇതേപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ബീറ്റ് ചെയ്ത് അടിച്ചെടുക്കുമ്പോൾ എന്താവും, നമ്മളെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും, നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ 2 പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് കൂടുതലായി കണ്ടോ. നല്ല രീതിയിൽ തന്നെ, ഇപ്പം തണുപ്പൊക്കെ ഉള്ള സമയമല്ലേ, എന്നാലും നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ 2 പാത്രത്തിലേക്ക് മാറ്റിയതാണ് കേട്ടോ. എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്തത് മൂന്നാമത്തെ ടിപ്സ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ പപ്പടമൊക്കെ വാങ്ങൂലേ, പപ്പടം വാങ്ങുമ്പോൾ അത് എങ്ങനെ കേടാവാതെ സൂക്ഷിക്കാം. ചിലപ്പോൾ കുറച്ച് കൂടുതൽ പപ്പടമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയായിരിക്കില്ല, ചിലപ്പോൾ 1-2 ഒക്കെ ബാക്കിയുള്ള സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, ഇതേപോലെ നമ്മൾ ഉലുവട്ടേക്കുന്ന പാത്രം ഉണ്ടല്ലോ, ഈ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു പപ്പടം അടക്കിയിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പപ്പടം ഒന്നും കേടായി പോവില്ല കേട്ടോ, തണുത്ത് പോവുകയില്ല, കേടായി പോവുകയില്ല. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ പപ്പടം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇതേപോലെ കവറിൽ നല്ലൊരു പ്ലാസ്റ്റിക് കവറിലാക്കി നന്നായിട്ട് കെട്ടിയിട്ട് എന്ത് ചെയ്യുക, ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ. അപ്പോൾ 1-2 ഒക്കെ ആണെങ്കിൽ നമ്മൾ അതേപോലെ എന്ത് ചെയ്യുക, ഉലുവൻ്റെ പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ എത്ര ദിവസം വേണമെങ്കിലും നമ്മൾ തണുത്ത് പോവാതെ കേടാവാതെ നിൽക്കും കേട്ടോ. ഇനി അടുത്ത 4-മത്തെ ടിപ്സ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാമേ. ഇന്നത്തെ ഒരുപാട് ആൾക്കാരാണായാലും പെണ്ണായാലൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണല്ലേ തലവേദന. പിന്നെ ചിലർക്കൊക്കെ മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു പരിഹാരമാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതാ ഞാനൊരു ഗ്ലാസ്സിലേക്ക് നല്ല കടുപ്പത്തിലുള്ള കട്ടൻ ചായ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു നുള്ളു ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, പഞ്ചസാര ഒന്നും ഇട്ട് കൊടുക്കാൻ പാടില്ലേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ചായ നിങ്ങൾ കുടിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തലവേദന അതേപോലെ മൈഗ്രെയിൻ കൊണ്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തതായിട്ട് 5-മത്തെ ടിപ്സ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ദോശ, ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് തേങ്ങൻ്റെ ചട്നി എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ മക്കൾക്കൊക്കെ തേങ്ങയുടെ ചട്നിയൊക്കെ ഇഷ്ടമാവും, എന്നാലും ചിലപ്പോൾ തേങ്ങ ചിരവാൻ മടിയും അങ്ങനെയൊക്കെ ഉണ്ടാവും. ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഉള്ളിയും തക്കാളിയും ഇതേപോലെ വാട്ടിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് മുളക് പൊടി മാത്രമേ ഇട്ട് കൊടുക്കുക കേട്ടോ, മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു ചമ്മന്തി നമുക്ക് വേണമെങ്കിൽ ഒന്ന് കടുകിട്ടിട്ട് ഇതിന് ശേഷം ഒന്ന് വറവിട്ടെടുക്കുകയും ചെയ്യാം. ഇത് തക്കാളിക്ക് അത്യാവശ്യം പുളിയുണ്ട്, വേണമെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. അടുത്ത 6-മത്തെ ടിപ്സ് എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. നമ്മൾ ദോശയൊക്കെ ചുടുന്ന സമയത്തുണ്ടല്ലോ, തീ കുറച്ച് വെച്ചാൽ ദോശ നന്നായി കിട്ടൂല അല്ലേ. അത് തന്നെയല്ല, തീ കൂട്ടി വെച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് പരത്തിയെടുക്കാനും കഴിയൂല അല്ലേ. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം എടുത്തിട്ട് കൈ കൊണ്ട് ഇതേപോലെ കുടഞ്ഞു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, മാവ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് പരത്തിയെടുക്കാൻ കഴിയും കണ്ടോ. നല്ല സ്മൂത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മാവ് ദോശ നല്ല രീതിയിൽ തന്നെ പരത്തിയെടുക്കാനും കഴിയും. അപ്പോൾ ആദ്യം തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഓയിൽ ഒഴിച്ച് കൊടുത്താൽ നമുക്ക് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ കേട്ടോ, ആവശ്യമാണെങ്കിൽ മാത്രം ഓയിലോ നെയ്യോ നിങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നത് അത് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്യാത്തവർ ഒട്ടിപ്പിടിക്കുന്ന ദോശയൊക്കെ ചുടുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് 7-മത്തെ ടിപ്സ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാനതാ വീണ്ടും നമ്മളെ ഇഡ്ഡലി ദോശൻ്റെ ആ ഒരു മാവുണ്ടല്ലോ അതിനാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ദോശ ഇഡ്ഡലിക്കൊക്കെ മാവ് അടിക്കുമ്പോൾ എന്തായാലും 2-3 ദിവസത്തേക്കൊക്കെ എന്തായാലും ഉണ്ടാവില്ലേ. കുറച്ചായിട്ട് ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യൽ കേട്ടോ.
എന്തായാലും നമ്മൾ അടിച്ചെടുക്കല്ലേ, കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കും. മക്കൾക്കൊക്കെ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ പെട്ടെന്ന് സുഖമാണല്ലോ. അപ്പോൾ എന്തായാലും ഒരു ദിവസം നമ്മൾ ദോശ, ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കിയാൽ പിറ്റേന്ന് എന്തായാലും മക്കൾക്ക് പറ്റൂലല്ലേ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും ഇത് പുളിച്ച് പോകില്ലേ. അപ്പോൾ ഇത് പുളി അധികം വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വാഴൻ്റെ ഇല ഉണ്ടല്ലോ, വാഴൻ്റെ ഇല എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതിലിങ്ങനെ മാവിലിങ്ങനെ കുത്തി വെക്കുകയാണെങ്കിൽ നമ്മളെ മാവ് എന്ത് ചെയ്യില്ല, ഓവറായിട്ട് പുളിച്ച് പോകില്ല അല്ലേ. ഓവറായിട്ട് പുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ദോശ ഉണ്ടാക്കിയാലൊന്നും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അല്ലേ കഴിക്കാൻ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതേപോലെ വാഴൻ്റെ ഇല എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, മടക്കിയതിന് ശേഷം നമ്മളെ മാവിൽ ചുറ്റുമായിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ മാവൊക്കെ ഓവറായിട്ട് പുളിക്കാതിരിക്കാനും, ഇനി പുളിച്ച മാവാണെങ്കിൽ ആ പുളി ബാലൻസ് ചെയ്യാനും ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ മാവൊക്കെ പുളിച്ച് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുളിക്കാതിരിക്കാനും ഒക്കെ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടിപ്സാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ സാധാ ചെയ്യും പോലെ തന്നെ എന്ത് ചെയ്യുക, അടച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തത് 8ാമത്തെ ടിപ്സ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ ഇതേപോലെ കത്തി ഒരു കുറച്ച് ദിവസം ഉപയോഗിക്കാണ്ടെന്നാൽ പെട്ടെന്ന് തന്നെ തുരുമ്പിടിച്ച് നാശമാവില്ല. ഇത് അധികം ഒന്നായിട്ടില്ല വാങ്ങിയിട്ട് കേട്ടോ. ഞാൻ 1-2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടേ ഉള്ളൂ. പിന്നെ അവിടെ വെച്ചപ്പോൾ ഇത് കാണാതായി. പിന്നെ നോക്കുമ്പോൾ ഇത് തുരുമ്പിടിച്ചെടുക്കാണ് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് എങ്ങനെ ഈ തുരുമ്പ് കളയാൻ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഒരു പാത്രത്തിൽ ഞാനിതാ കുറച്ച് പൊടിയിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടല്ലോ, നമ്മൾ വീട്ടിൽ പാത്രമൊക്കെ കഴുകുന്നത്, ആ ഒരു സ്ക്രബ്ബർ എടുക്കുക, ഈ ഉപ്പിൽ മുക്കി. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇതേപോലെ നന്നായിട്ട് ഉരച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് ശക്തിയിൽ തന്നെ നല്ലോണം ഉരച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് നേരം ഒന്ന് ഉരയ്ക്കുമ്പം തന്നെ നമുക്കിതിലുള്ള ഈ ഒരു തുരുമ്പ് കണ്ടോ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. കുറച്ച് അധികം സമയമൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വെള്ളമാക്കി ഒന്ന് വരയ്ക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, അതിൽ കളർ മാറി വരുന്നത് കാണുന്നുണ്ട് നിങ്ങൾ, ഉണ്ടല്ലേ. അത്യാവശ്യം തുരുമ്പൊക്കെ ഇപ്പം തന്നെ പോയി വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അരച്ചപ്പോൾ തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഞാൻ ഉരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ടിപ്സ് തന്നെയാണിത്. തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ കത്തി തന്നെ ആവണമെന്നില്ല, കുടുവാളോ കത്തി അങ്ങനെയുള്ള പിന്നെ കത്രിക എന്തായാലും നമുക്ക് ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ തുരുമ്പൊക്കെ ഞാൻ ഒന്ന് പോക്കി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇനി തുരുമ്പ് വരാതിരിക്കാനുള്ള ഒരു ഐഡിയ ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഇതേപോലെ കുറച്ച് എണ്ണ എന്ത് ചെയ്യുക ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തുരുമ്പ് വരും. എണ്ണ ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് തുരുമ്പ് പിടിക്കില്ല കേട്ടോ. ഇനി അടുത്തത് 9ാമത്തെ ടിപ്സ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ വെള്ളപ്പത്തിന് മാവ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഒരു 2 ട്രിപ്പ് ഞാൻ അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. 3ാമത്തെ ട്രിപ്പ് ലാസ്റ്റ് ട്രിപ്പിലേക്ക് ഞാൻ ഇതാക്കുന്ന പഞ്ചസാര അതേപോലെ ഈസ്റ്റോ അപ്പക്കാരം എന്താ വെച്ചാൽ അത് അടിച്ചെടുക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അടിച്ചിട്ട് ഈ ഒരു മാവിലേക്ക് ചേർക്കുന്നതിൻ്റെ മുമ്പ് ഞാനൊരു 3-4 കയ്യിൽ എടുക്കുന്നുണ്ട് കേട്ടോ. അത് ചെറിയ കയ്യിലാണ്, വലിയ കയ്യിലാണെങ്കിൽ 2 കയ്യിലൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ. മാവ് ഞാനിതൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് നേരത്തെ അടിച്ചു വെച്ചതാണ്. 2 ട്രിപ്പ് അടിച്ചു വെച്ചിട്ടുണ്ട്. 3ാമത്തെ ട്രിപ്പ് പക്കാരവും ചോറും പഞ്ചസാരയൊക്കെ ഇട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. അതവിടെ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇത് ഞാനൊരു 3-4 കയ്യിൽ ഇതിൽ ഒരു പാത്രത്തിൽ ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് എടുത്തിട്ട് ഇതേപോലെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കപ്പി കാച്ചെന്ന് അറിയില്ലേ, കപ്പി കാച്ചി എടുത്ത് നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ വെള്ളപ്പം നല്ല സൂപ്പറായിരിക്കും കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് വെള്ളപ്പം കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പം പിന്നെ ഈസ്റ്റിൻ്റെ വേണമെന്നില്ല, ഇതിനുള്ള അപ്പക്കാരം ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ. അടുപ്പത്ത് വെച്ചൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മാത്രം മതി, പെട്ടെന്ന് തന്നെ ഇതേപോലെ കുറുകി കിട്ടും കേട്ടോ. ഇപ്പോൾ അതാ ഞാനതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നല്ല ക്രീമായിട്ട് ഈ വരുന്ന സമയമുണ്ടല്ലോ, ഈ ഒരു സമയമാകുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് അടുപ്പത്തുനിന്ന് ഇറക്കി കൊടുക്കുക. ഇത് ചൂടാറിയതിന് ശേഷം ഇത് കട്ടാണ് കേട്ടോ ഉണ്ടാവുക. ചൂടാറിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഞാനിത് അടുപ്പത്തുനിന്ന് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഞാനിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനെല്ലാം മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൈ വെച്ചിട്ട് ഇതേപോലെ നല്ലോണം ഇതേപോലെ ഉടച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ കൈ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്താൽ നമ്മൾ വെള്ളപ്പം ഉണ്ടാവും, നല്ല സോഫ്റ്റ് ആവും, നല്ല സൂപ്പറായിട്ട് രാവിലേക്ക് പൊങ്ങി വരും. എപ്പോഴാണെങ്കിൽ കുറച്ച് തണുപ്പൊക്കെ ഉള്ള സമയമാണ്, പൊങ്ങി വരാനൊക്കെ ഭയങ്കര
താമസം പിടിക്കും. നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് എന്നാലും നമ്മൾ കൈകൊണ്ട് തേപ്പൊലി ചെയ്തെടുക്കാൻ നല്ല സൂപ്പറായി കിട്ടും കേട്ടോ. അപ്പോൾ രാവിലെ ആയപ്പോൾ നമ്മളെ വെള്ളപ്പത്തിൻ്റെ മാവ് ഇതാ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കൈ കൊണ്ടുള്ള ആ ഒരു മിക്സിങ് ഉണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ കാണുന്നുണ്ടല്ലോ അങ്ങനെ ബബിൾസ് ഈ ഒരു ബബിൾസ് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഇളക്കി ഒന്നായിട്ട് പോക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ പോക്കിയാൽ നമ്മൾ വെള്ളപ്പം നന്നായി കിട്ടൂല കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളപ്പത്തിൻ്റെ മാവ് എന്ത് ചെയ്യുക, വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക എടുക്കുക കേട്ടോ. ഞാനൊരു സൈഡിൽ നിന്ന് ഇതേപോലെ കോരി എടുക്കുകയാണ്. അപ്പോൾ ഈ ബബിൾസൊക്കെ പോക്കി നമ്മൾ കട്ടൊക്കെ ഉടച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളപ്പം അത്ര ശരിയായിട്ട് കിട്ടൂല കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യാണ്, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണേ. എന്നിട്ട് ഇതാക്കുന്നത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നതില്ലോ കേട്ടോ. ഇത് ഈ ഒരു റൗണ്ടിൽ ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നതില്ലോ, ഓവറായിട്ട് ഇളക്കുന്നില്ല കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ബബിൾസൊക്കെ അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. അപ്പം നന്നായിട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ. കയ്യിലിങ്ങനെ നമ്മൾ ദോശൻ്റെ മാവിനൊക്കെ ഇളക്കും പോലെ ഇളക്കാൻ പാടില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മാവ് വെച്ച് ഇതൊന്ന് ചുറ്റിച്ച് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ചെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ചിലർക്ക് നല്ല ക്രിസ്പി ആവേണ്ടി വരും കേട്ടോ. അവിടെ കുറച്ച് ആൾക്കാർക്ക് നല്ല ക്രിസ്പി വേണം, കുറച്ച് ആൾക്കാർക്ക് ക്രിസ്പി വേണ്ട, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള അടിപൊളി സോഫ്റ്റ് വെള്ളപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ വെള്ളപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ടിപ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ ബൈ.